കാസർഗോഡ് മകന്റെ മരണത്തിൽ മനംനൊന്ന് ദമ്പതികൾ ജീവനൊടുക്കി. പൊയ്നാച്ചി സ്വദേശികളായ വേണുഗോപാലൻ നായർ, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഇവരുടെ ഏക മകൻ ശിവാനന്ദൻ ട്രെയിൻ തട്ടി മരിച്ചത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, വളരെ സങ്കടകരമായ കാര്യമാണ്. ഏക മകനായിരുന്നു, അവരാണ് ട്രെയിൻ തട്ടി മരിച്ചത്. എങ്ങനെയായിരുന്നു അന്ന്? അതൊരു അപകട മരണമായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഏറെ സങ്കടകരമായ കാര്യം, ബേക്കൽ ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഡിസംബർ 29-നായിരുന്നു ട്രെയിൻ അപകടത്തിൽ ട്രെയിൻ തട്ടി ശിവാനന്ദൻ, ഇവരുടെ ഏക മകൻ, ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ആ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. ആ മരണം അവരെ, ഈ മാതാപിതാക്കളെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. വലിയ സങ്കടത്തിലായിരുന്നു, വലിയ മനോവേദനയിലായിരുന്നു. ഇത്തരത്തിൽ തങ്ങൾക്ക് അത്ര പ്രയാസമുണ്ട് എന്ന് വീട്ടുകാരോട് ഉൾപ്പെടെ പറയായിരുന്നു. പലതവണ ഈ ജീവനൊടുക്കും എന്ന് മാതാപിതാക്കൾ ഉൾപ്പെടെ പറഞ്ഞെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത്. എന്തായാലും മറ്റു നടപടികൾ പോലീസ് പൂർത്തീകരിക്കുന്നുണ്ട്. മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷാമിലി, രതീഷാണ് വിവരങ്ങൾ നൽകിയത്.